ഹലോ ഗൈസ്, ചമ്മൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നത്തെ ഉച്ചയൂണിന് വേണ്ടിയിട്ടുള്ള കറികളുടെ പ്രത്യേകിച്ചായിട്ട് വാങ്ങിച്ചേക്കണമല്ല, ഉച്ചയൂണിന് വേണ്ടിയിട്ടുള്ള കറികളാണ്. അപ്പോൾ അത് വെക്കുമ്പോൾ വീഡിയോ പിടിക്കണം നോട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഇത് മീനാണെന്ന് എനിക്കറിയില്ല, തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചേക്കാണേ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ. ഹസ്ബൻഡ് ഹാർബറിലാണ് ജോലി, പക്ഷേ ആൾ ഇപ്പോൾ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റാണല്ലോ. ഓക്കെ, പിന്നെ ഇത് അയിലുണ്ട്, ഒരു അയില ഉണ്ടായിരുന്നു. അപ്പോൾ അത് വറുക്കാമെന്ന് വിചാരിച്ച് ഉപ്പുങ്കായം തേക്കാൻ പോകണേ. അപ്പോൾ അതിൻ്റെ തലയുണ്ട്, അയിലയുടെ തലയാണേ. അയിലയുടെ തല ടാങ്ക് എടുത്ത് വെച്ചിട്ടുണ്ടോ? അയിലയുടെ തല ഇവിടുത്തെ വലിയമാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മീൻ്റെയും തല മാത്രമേ ആൾ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അത് വറുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം വറുക്കാനുള്ളത് ഉപ്പുങ്കായം തേച്ച് വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പാത്രം വലുതാണെന്നുള്ളൂ, മീൻ വെക്കുന്നുള്ളൂ. ഇച്ചിരി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. അതെല്ലാം വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, കുമ്പപ്പൂ ചോറുണ്ട്, പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, ഉപ്പുങ്കായ വറുക്കാനുള്ളൊരു ഉപ്പുങ്കായ തേച്ചിട്ടുണ്ട്. ഇനി മീൻ കറി വെക്കാം കേട്ടോ. ഞാൻ കൈയൊന്ന് കഴുകിയിട്ടില്ല. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, ചട്ടി വെച്ചിട്ടുണ്ട്, കയ്യിലെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇക്ക ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കണം. അറിയാമല്ലോ, ഞാനൊന്ന് പുട്ടപരുത്തിയിലായിരുന്നപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഇപ്പോൾ നാട്ടിലെത്തിയേക്കണം. നാട്ടിലെത്തിയിട്ട് വീഡിയോ ഒന്നും എനിക്ക് കുറച്ചൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ സമയം കിട്ടിയിട്ടില്ല അതൊന്നൊക്കെ എഡിറ്റ് ചെയ്ത് ഇടാനായിട്ടൊക്കെ ഉള്ളത്. പിന്നെ ഇങ്ങോട്ട് വീട്ടിലോട്ട് കയറുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനും പറ്റിയില്ല, എടുക്കാനായിട്ട് വന്ന സമയത്ത്. പിന്നെ അതൊന്നും ഇടാനും പറ്റില്ല. പിന്നെ ഇപ്പോൾ വീഡിയോകൾ നമ്മുടെ നാട്ടിലുള്ള വീഡിയോകളൊക്കെ ഇടാം. അപ്പം എൻ്റെ വീട്ടിലുള്ള വീഡിയോകളെ ഇതിലേക്ക് ഞാനിനി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ. ഇക്കാക്ക് മീനൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ, പച്ചക്കറി. അപ്പം ഇന്നത്തെ രസമുണ്ട്. പിന്നെ ക്യാരറ്റ് ചിക്കിയതും കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. എന്താണ് കൂടി ഞാൻ പഠിക്കണം കറിയൊക്കെ. എൻ്റെ മോളാണ് കേട്ടോ, രണ്ടാമത്തെ മോളാണ്. മൂത്തമോളുടെ കല്യാണം കഴിഞ്ഞ് 3 മാസമായിട്ടുള്ളൂ. മൂത്തമോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇയാൾ പാലക്കാട് വർക്ക് ചെയ്യണം. രണ്ടാമത്തെ ആൾ. ഉലുവ ഞാൻ മീൻകറിയിലൊക്കെ ഇച്ചിരി കുറച്ചധികം ഇടാറുണ്ട് കേട്ടോ. ഉണ്ടാ ഞാൻ കുറച്ച് ഉലുവ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ എണ്ണ പൊട്ടിയിട്ട് നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ. ചൂടായിക്കോട്ടെ. പിന്നെ എന്താണ് എല്ലാവരുടെയും വിശേഷമൊക്കെ? പാട്ട് പാടിയല്ല, ബോറടിക്കണ്ട. പാട്ട് പാടാൻ പാട്ട് പാടണം അപ്പൊക്കൊന്നും ഓർമ്മ വെക്കണ്ട. അല്ല, ഗായികയൊന്നുമല്ല. എൻ്റെ കൽബിലെ വെണ്ണിലാവുമേ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ. എനിക്കറിയില്ല ശരിക്കും, കുറച്ചൊക്കെ അറിയാമായിരുന്നു, പക്ഷെ മറന്നു.
വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി, അത് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. മര്യാദക്ക് ആരാണ്? ഓ നൗഷി എന്തിനാ ഓടി ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങണത്? എൻ്റെ ചൊറിയുമ്പോഴും മോൻ കയറുവാൻ അവനായിട്ട് ഒരു തല്ലി പോയി കഴിഞ്ഞാൽ വിട്ടതാണ്. അവനെല്ലാം ചൊറിയാൻ വേണ്ടി വന്നതാണ്. അത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൊഴിയിട്ടുണ്ട്. നല്ല പാട്ടൊക്കെ പാടി അറിയാം. വേണമെങ്കിൽ ഞാൻ അവരെ അടുത്ത കുടിശ്ശേരി കൂടി ചേർത്തായിട്ട് വിചാരിച്ചു. ഒരു വട്ടം ഫാനൊക്കെ ഉണ്ടാകുന്ന കേൾക്കില്ല. ഫാനൊക്കെ ലൈറ്റ് എടുക്കും. ഞാൻ ജനൽ തുറന്നിട്ടേക്കും. വാപ്പിച്ച് അവിടെ കിടക്കണം. ഇത് മണം നല്ല അടിക്കണം. തുമ്മണ്ട വാപ്പി ചുമക്കണം. ഡോർ അടച്ചിട്ട് വാപ്പിച്ച് കിടക്കണോട്ട് ഡോർ അടച്ചു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് മൊരിയണം. അത് ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം. ബ്രൗണിഷ് കളറായാലും നല്ലതാണ്. പാട്ട് വെക്കാനാടാ. അവനെൻ്റെ മൂത്ത മോനെ ഭയങ്കര ചൊറിയുമ്പോഴും അവനെപ്പോഴും വലിയമാനെ ചൊറിയാനാണ് പോവാറ്. ഇത് ഞാൻ എടുക്കണം കണ്ടപ്പോഴേ ഇങ്ങനെയല്ല വീഡിയോ എടുക്കണം, ചട്ടിയിലോട്ട് കാണിച്ച് വീഡിയോ എടുക്കണമെന്ന് അവൻ എടുത്ത് ചൊറിയാൻ. അവനൊക്കെ വീഡിയോ പിടിച്ച് തരയില്ല. എന്നാലും ചൊറിയാൻ വരാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇത് ബ്രൗണിഷായിട്ട് വരുന്നുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒന്നുമില്ല കേട്ടോ. മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് വേണ്ടത്. ഇതെന്ത് ചില്ലി പൗഡറാണാവും. ഇത് ഇക്കാക്ക് മീനൊന്നും കൊടുക്കാൻ പറ്റില്ല. ഒരു 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. മോനെ അപ്പുറത്ത് കുപ്പിയിൽ പുളിയിരിപ്പുണ്ടാ. പുളി വെള്ളത്തിൽ ഇടാൻ മറന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. അത് മറന്നു ഞാൻ. കുടംപുളി അവിടെ ടിന്നിലിരിപ്പുണ്ട് മേശയുടെ മുകളിൽ. ഞാൻ പൊടികൾ ഇട്ടതിന് ശേഷം തക്കാളിയുടെ നീര് ഒഴിച്ചു. തക്കാളി അരച്ചിട്ട് ചേർത്ത് കേട്ടോ. പൊടി ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി അരച്ചിട്ട് ചേർത്ത് നന്നായിട്ട് വഴറ്റി. കുറച്ചെടുത്ത് കൊണ്ട് ഫാൻ കിട്ടാൻ തളണ്ട. ഫസ്റ്റ് ഉള്ളി വാടി തക്കാളി ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ മുളക് ഇടുമ്പോൾ മുളക് ഇതാവില്ല. വാഷ് ചെയ്താൽ മതി. നന്നായിട്ട് വാഷ് ചെയ്തിട്ടുള്ളൂ. ഉപ്പ് മണ്ണുണ്ടാവും. അത് ഒന്നും കൂടെ ഒന്ന് കഴിക്കും. ഇച്ചിരി വേപ്പില കൂടി കൊട്ടിട്ടുള്ളത്. വേപ്പില പോരാന്ന് ഇച്ചിരി ഇട്ടിട്ടുണ്ട്. മുകളിലാണ് കുറച്ച് കറിവേപ്പില കടി ഇട്ട് കൊടുക്കണം. നല്ലത്. ഇവിടെ വീട്ടിൽ പിള്ളേർക്കൊക്കെ കറിയിനോട് വലിയ താല്പര്യമൊന്നുമില്ല. വറുത്ത മീനൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി കട്ടമൂടി വറുത്ത മീനൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഇഷ്ടം. എടുക്കാത്തവർ മീൻ കറിയിനോടൊന്നും വലിയ താല്പര്യമില്ല. അതൊക്കെ അവർ കൂട്ടും. ചോറിനൊന്നും കൂട്ടില്ല. പുട്ടൊക്കെയില്ലേ, പുട്ടിനൊക്കെ മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മീൻകാറ് വെച്ച് പുട്ടിന്ന് മോളിവിടെ ഇല്ല. മോള് പാലക്കാടായിരുന്നു. അവളിപ്പോൾ വാർഷികമില്ലാത്തതാണ്. എനിക്ക് ഹെൽത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അവൾ
എൻ്റെ കൂടെ അവിടെ കുട്ടകത്തിലുണ്ടായിരുന്നു അവൾ. അതിലാണ് ഇവിടെ വന്നപ്പോഴാണ് അവൾ മീൻ വേണം. അവൾ മീൻ വേണം എന്ന് പറഞ്ഞാൽ മീൻ അറിയില്ല കേട്ടോ. ചോറൊക്കെ കഴിക്കുന്നവർക്ക് മീൻ വറുത്തത് വേണം. തക്കാളി ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാണ് തിളപ്പിക്കുന്നത്. അതിൻ്റെ മണം കിട്ടിട്ട് മുളക് കിട്ടി, മുളകിൻ്റെ കുത്തി തുമ്മലൊരുവില്ലേ. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചത്. അപ്പോൾ ആ വെള്ളം വെച്ച് വരുമ്പോഴത്തേക്ക് ആ ഇതൊക്കെ മസാലയൊക്കെ നല്ല അതിലൊക്കെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ വെളിച്ചെണ്ണ കേട്ടോ. ഞാൻ നന്നായിട്ട് ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാണ് പാചകം ചെയ്യുന്ന ആളായിരുന്നു. എണ്ണയും മുളകും പുളിയും നന്നായിട്ട് വേണം. നന്നായിട്ടൊന്ന് കറക്കും. ശേഷം രണ്ടാമത്തെ ആൾക്ക് ഇച്ചിരി അടക്കപ്പണിയൊക്കെ ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടി. മൂന്നാമത്തെ ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. മൂന്നാമത്തെ ആൾ ഇയാളാണ്. ഇയാൾ ചെയ്യും. ഇട്ട് കൊടുക്കാം. വേപ്പില കൊടുക്കാടാ. കയ്യൊക്കെ അങ്ങനെ കുറച്ച് വേപ്പില കൂടി കൊടുക്കാം. പുളിവെള്ളം ഒഴിക്കാട്ടോ. പുളി ഇടാൻ വൈകുന്നത് പുളി കഷ്ണം കൂടി 2 മുട്ട ഒഴിക്കുന്നു. നല്ല പുളിയൊക്കെ നല്ല പുളി ഇളകി കഴിഞ്ഞാൽ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താലും മതി. പിന്നെ പുളി കഷ്ണം ഇട്ട് ഒഴിച്ചിട്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ ഒരുപാട് ചാറിൽ അങ്ങനെ കറി വെക്കലില്ല. ഇവിടുത്തെ ചിക്കാൻ്റെ വാർത്തയൊക്കെ അങ്ങനെയാണ്. ഒരുപാട് ചാറൊന്നും ഉണ്ടാവാറില്ല കറി. തിക്കായിട്ടുള്ള മീൻകറി ആയിരിക്കും. നമുക്ക് നല്ല എരിവും പുളിയൊക്കെ ഇഷ്ടമാണ്. അടുത്ത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി മുട്ടയിലേക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. മീൻ നല്ല തൊലിയൊക്കെ കളഞ്ഞാണ്. എൻ്റെ പേര് എനിക്കറിയാമല്ലോ കേട്ടോ. മീനിൻ്റെ ചക്കറി ഞാൻ ചോദിച്ചില്ല. ഇപ്പം പറ്റിട്ടോടനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇളക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കഴിയുമ്പോൾ ഇങ്ങനെ കിളക്കിക്കഴിഞ്ഞാൽ മുള്ളു മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ വെച്ച് ഓക്കെ ഇങ്ങനെ കിടന്ന് ഇളക്കട്ടെ. സത്യം പറഞ്ഞാൽ അവനായിട്ട് ഞാൻ കല്ലുപിടിച്ചെങ്കിൽ ഇപ്പോൾ ചട്ടിയുടെ ഉൾഭാഗം അവൻ വന്ന് കറക്റ്റ് ചെയ്ത് വെച്ചപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഞാൻ അവൻ വന്ന് ഫോണിൽ പിടിച്ചപ്പോൾ ഞാൻ അവനായിട്ട് കല്ലുപിടിച്ച് ഓക്കെ ചട്ടിയുടെ അകമൊക്കെ കാണുന്നുണ്ട്. പുളിയൊന്നുമില്ലേ? പുളി ഞാൻ ആവശ്യത്തിനിട്ട് അധികം വേണ്ട. പുളിയിട്ടുണ്ട്. മൂടി ഇട്ടുന്ന പിന്നെ നമ്മൾ തടത്തുണി എടുത്തിട്ട് ഇങ്ങനെ അനക്കി കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മുള്ളു മാത്രമാവേ. മീൻകറിയൊക്കെ നന്നായിട്ട് തിളക്കേണ്ട. കളർ കണ്ടിട്ട് വല്ല എരിവുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണെങ്കിൽ അധികം എരിവുണ്ടാവില്ല. ഇതിൻ്റെ മുളക് പൊടിയാണെന്ന് എനിക്കറിയില്ല. കുട്ടകത്തിന്ന് വന്ന കാരണം മിക്സിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിരുന്നത്. അതുകൊണ്ട് ഇതിന് മുളക് പൊടിയാണെന്ന് എനിക്കറിയില്ല. ഇത് വേണ്ട മുകളിൽ എടുക്കുമ്പോൾ മൂടി വേണ്ട. ഇത് റൈസ് കുക്കറിൻ്റെ മൂടിയല്ലേ. ഇതിട്ട് മൂടിയാൽ ചട്ടിയുടെ ഉള്ളിലോട്ട് പോകും. വേറെ മൂടി കിട്ടുന്നുണ്ടാവും. ഒരു കളം പോലത്തെ മൂടിയായിട്ടുണ്ട്. പാത്രത്തിൽ നമുക്ക് മീൻ വറുക്കാൻ കേട്ടോ. മോനെ അവിടെ മീൻ വറക്കണ ചട്ടിയുണ്ട്. അതെടുത്തിടാ. ഓക്കെ ഗുഡ്. മീൻ വറക്കാൻ വെക്കാം.
ഞാൻ പറയണതൊക്കെ നിങ്ങൾ കേൾക്കണുണ്ടോ? ഫാനിൻ്റെ സൗണ്ട് അല്ലേ? അത് ഫാനിൽ ഭയങ്കര സൗണ്ടാണ്. അതെല്ലാം വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, നല്ല നിറമുള്ള ചോറുണ്ട്, നിറമുള്ള ചോറുണ്ട്, ചെമ്പപ്പൂ നിറമുള്ള നെൽമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ അച്ഛനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ അച്ഛനെ, അതെല്ലാം വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, ഇടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീനുണ്ട്, ചെമ്പപ്പൂ നിറമുള്ള മാങ്ങയുണ്ട് ഉണ്ണാൻ വാ അച്ഛനെ. പിന്നെ തീ കുറക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. തീ കുറക്കാം. എന്നാ ഇച്ചിരി വേപ്പില പൊട്ടിച്ചാൽ മോനെ, ഇത് വേപ്പില മുകളിലിട്ട് കൊടുത്ത്. എന്നാ 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 വേപ്പില പൊട്ടിച്ചാടാ വറുക്കാനുണ്ടോ കേട്ടോ. അതെല്ലാം വേറിട്ടുണ്ട്, മോനെ ഇനി വറുത്തതെടുക്കാനായിട്ട് ഫോണൊന്ന് കറക്റ്റ് ചെയ്തിടാം. അതെല്ലാം വറുക്കാനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ല അല്ലേ? ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. അയ്യോ ഇത് ഞാനാണല്ലോ. വേണ്ട, അതെല്ലാം വറുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. മോനോട് വേപ്പില പൊട്ടിച്ച് തരാൻ പറഞ്ഞിട്ട് അവൻ പൊട്ടിച്ചുകൊണ്ടുവന്ന് വേപ്പിലായിരുന്നു. ഇതൊരു കുഞ്ഞിത് എനിക്കറിഞ്ഞില്ല. മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഉപ്പുപുളിയൊക്കെ നോക്കട്ടെ. അവൾ പിന്നെ ഉപ്പ് പുളി വാരിയിട്ടായിരുന്നു. പുളി കൂടിയാണെന്ന് അറിയാൻ പാടില്ല. അടിപൊളി കറിയാണ് കേട്ടോ. ഇത് എരി കൂടുതലാണ്. ഇപ്പം എൻ്റെ മാമ വന്നിട്ടുണ്ട്. ഇപ്പോൾ വെല്ലുമാട് ആങ്ങളെ മാമാക്ക് നല്ല എരിവൊക്കെ വേണം മീൻകറിക്ക്. മാമാക്ക് പറ്റിയ കറിയാണ്. പിന്നെ കുട്ടിനെ കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല എരിവും കൂടിയൊക്കെ ഉണ്ട്. നിൽക്കാർക്ക് ഇതൊന്നും കൊടുക്കൂലല്ലോ. കറി നിൽക്കാർക്കുള്ള കറികളൊക്കെ റെഡിയായിട്ടുണ്ട്. നിൽക്കാർക്ക് ചോറ് കൊടുക്കാൻ മതി. സമയമാവണുള്ളൂ ചോറ്. അത് കഴിഞ്ഞിട്ട് വേറെ ചോറ് കൊടുക്കണം. അങ്ങനെ വേപ്പില ഉള്ളി വാവാവോ. പാചകം തന്നെ ഒരു ഉള്ളി വന്നാൽ ശരിയാവില്ലല്ലോ. ആഹാ, ഗുഡ് ബോയ്. ഉണ്ടാ നല്ല വെച്ചാണ് എൻ്റെ മണ്ണാണ്ടാ. കുറേ വേപ്പില കൊടുത്തിട്ടുണ്ട്. ഇത്തിരി മീൻ വറുക്കണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. പിന്നെ മീൻകറി സെറ്റായിട്ടുണ്ട്. മീൻകറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, മീൻകറി റെഡി. എല്ലാവരും ചോറ് ഇട്ടുകൊണ്ട് പോരും. നമുക്ക് നല്ല മീൻകറിയിലേക്ക് ചോറ് ഇടുന്നു. അടിപൊളി. നന്നാ 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 മീൻകറി ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ പോവാം. അങ്ങനെ
എന്നാ എന്നാ എൻ്റെ മോനെ പോന്നെ. അപ്പോൾ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഓരോന്നും കൊണ്ട് വരട്ടെ.